Hello friends, welcome to our channel Civil On. ഇന്ന് നമ്മൾ ഡീൽ ചെയ്യുന്ന സബ്ജക്റ്റ് ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻസ് ആണ്. അതിൽ ആർച്ചസ് ആൻഡ് ലിന്റൽസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. പ്യുവർലി പ്രീവിയസ് ഇയർ കേരള PSC ക്വസ്റ്റ്യൻസിന്റെ ബേസിസിലുള്ള ഒരു ഡിസ്കഷൻ ആയിരിക്കും. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഇന്നർ സർഫസ് ഓഫ് ആൻ ആർച്ച് ഈസ് ടേംഡ് ആസ്. അതായത് ആർച്ചിന്റെ ഇന്നർ സർഫസിന് എന്ത് പറയുന്നതാണ്? ആർച്ചിന്റെ ബേസിക് ടെർമിനോളജിയിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഈ ഒരു ഫിഗറിൽ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് PSC എക്സാമിന് പ്രതീക്ഷിക്കാം. ആർച്ചിന്റെ ടെർമിനോളജി ആണ് ഇവിടെ, ബേസിക് ആയിട്ടുള്ള ടെർമിനോളജീസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സോ ബേസിക്കലി നമുക്ക് സ്റ്റാർട്ടിങ് ഫ്രം ഇൻട്രോഡോസ്. ഓക്കെ, ഇൻട്രോഡോസ് എന്ന് പറയുന്നത് ഈ ഒരു ഫിഗറിൽ കാണാം. അതായത് ഇന്നർ കർവ് ഓഫ് ആൻ ആർച്ച്, ആർച്ചിന്റെ ഇന്നർ കർവിനെയാണ്, ഉള്ളിലെ കർവിനെയാണ് ഇൻട്രോഡോസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പുറത്തുള്ള ഈ ഒരു കർവാണ് എക്സ്ട്രോഡോസ് അല്ലെ. ഉള്ളിലത്തെ കർവിന്റെ റേഡിയസും പുറത്തുള്ള കർവിന്റെ റേഡിയസും വെവ്വേറെ ആയിരിക്കുമല്ലോ. അതുകൊണ്ട് നമ്മൾ രണ്ട് കർവായിട്ട് പറയുന്നതെന്നുള്ളൂ. ഇൻട്രോഡോസ്, ഇന്നർ കർവ്, ഇൻട്രോഡോക്സ്. ഇന്നർ കർവ്, ഇൻട്രോഡോക്സ് പേരിൽ നിന്ന് കിട്ടും. എക്സ്റ്റേണൽ കർവ്, എക്സ്ട്രോഡോസ്. ഓക്കെ, ദെൻ ഇന്നർ കർവിനെ വിളിക്കുന്ന ആ ഒരു സർഫസിനെ വിളിക്കുന്ന പേരാണ്, എന്താണ് അതിന്റെ സർഫസിന് വിളിക്കുന്ന പേര്? സോഫിറ്റ് എന്നാണ് ആ സർഫസിന് വിളിക്കുന്നത്. അതിവിടെ എഴുതിയിട്ടില്ല. സോ മനസ്സിലാക്കുക, ഇൻട്രോഡോസിന്റെ ഇന്നർ സർഫസിനെ, ഇന്നർ കർവ് ആണെങ്കിൽ ഇൻട്രോഡോസ്, ആ ഇന്നർ സർഫസിനെ നമ്മൾ സോഫിറ്റ് എന്നാണ് വിളിക്കുക, ഈ സർഫസിനെ. ദെൻ അടുത്ത ടേമാണ് വോയിസിയർ. ഓക്കെ, വോയിസിയർ ഈ ഫിഗറിൽ കാണാം. അതായത് ഈ ഓരോരോ വെഡ്ജ് ഷേപ്ഡ് യൂണിറ്റ് ആണ് ഈ കർവ്, അതായത് മേസണറി വെഡ്ജ് ഷേപ്ഡ് യൂണിറ്റ് ആണ് വോയിസിയർ. ആ ഒരു വോയിസിയർ ചേരുമ്പോഴാണ് ആ ഒരു ആർച്ച് ഉണ്ടാവുന്നത്. അടുത്തൊരു ടേമാണ് സ്ക്യൂ ബാക്ക്. ഓക്കെ, സ്ക്യൂ ബാക്ക് ഈ ഒരു ഫിഗറിൽ വ്യക്തമല്ല, ഞാൻ അടുത്ത ഫിഗറിൽ കാണിച്ചു തരാം. സോ സ്ക്യൂ ബാക്ക് എന്ന് പറയുന്നത് വേറെ ഒന്നല്ല, ഈ ഒരു സപ്പോർട്ടിലോട്ട് അവസാനം കൊടുക്കുന്ന ആ ഒരു വോയിസിയറിനെ പറയുന്നതാണ്. ഇൻക്ലൈൻഡ് ഷേപ്പിലുള്ള ആ ഒരു വോയിസിയറിനെയാണ് നമ്മൾ സ്ക്യൂ ബാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഈ അബറ്റ്മെന്റ് എന്ന് പറയുന്ന സപ്പോർട്ടാണ്. പിന്നെ നമ്മൾ ഈ ഒരു ടോപ്പ് പോർഷനാണ് എന്ത് വിളിക്കാം? ക്രൗൺ എന്ന് വിളിക്കാം അല്ലെ. ക്രൗൺ എന്ന് പറയുമ്പോൾ കിരീടം എന്നുള്ള അർത്ഥത്തിൽ ആ ഒരു ടോപ്പ് പോർഷൻ ആണ്, ടോപ്പിലാണല്ലോ നമുക്ക് ക്രൗൺ വെക്കാം. അപ്പൊ അങ്ങനെ ആലോചിച്ചാൽ മതി. ക്രൗൺ എന്ന് പറയുന്നത് ഈ ടോപ്പ് ഹയസ്റ്റ് പോയിന്റ് ഓഫ് എക്സ്ട്രഡോസ് ആണ് ക്രൗൺ എന്ന് പറയുന്നത്. ഇത് അവിടെ വെക്കുന്ന ആ വോയിസിയറിന് പ്രത്യേകമായിട്ടുള്ള ഒരു പേരുണ്ട്. ആ വോയിസിയർ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ദാറ്റ് ഈസ് കീ സ്റ്റോൺ. കീ സ്റ്റോൺ എന്നുള്ള കീ സ്റ്റോൺ ആണ് ഈ ക്രൗണിൽ കൊടുക്കുന്ന സ്റ്റോൺ. കീ സ്റ്റോൺ ആണ്. അതും ഒരു വെഡ്ജ് ഷേപ്ഡ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് തന്നെയാണ്. ഓക്കെ, പിന്നെ അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് സ്പ്രിങ്ങർ അല്ലെങ്കിൽ സ്പ്രിങ്ങിങ് ലൈൻ എന്നൊക്കെ പറയുന്നത്. സ്പ്രിങ്ങിങ് ലൈൻ എന്ന് പറയുന്നത് അതായത് ലോവസ്റ്റ് സ്പ്രിങ്ങേഴ്സിന്റെ, അതായത് ഞാൻ ഇവിടെ ഓൾറെഡി പറഞ്ഞിരുന്നു. അതായത് എന്താണ് സ്ക്യൂ ബാക്ക് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ്? അതായത് ഈ അബറ്റ്മെന്റിലേക്ക് ഇവിടെ ഒരു അബറ്റ്മെന്റ് ഉണ്ടാവും. അബറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ സപ്പോർട്ട്. ഓക്കെ, ഈ ഒരു അബറ്റ്മെന്റിലേക്ക് ലാസ്റ്റ്, അതായത് അബറ്റ്മെന്റിലേക്ക് കൊടുക്കുന്ന ആ ഒരു ലോഡ് ട്രാൻസ്ഫർ ചെയ്യുന്ന അവസാനത്തെ മെമ്പർ ആണ് ഈ പറയുന്ന സ്ക്യൂ ബാക്ക് എന്ന് പറയുന്നത്. ഒരു ഇൻക്ലൈൻഡ് അല്ലെങ്കിൽ സ്പ്ലേഡ് സർഫസ് ഉള്ള ഒരു മെമ്പർ ആണ്, വിച്ച് ഈസ് റെസ്റ്റിംഗ് ഓൺ അബറ്റ്മെന്റ്. ഓക്കെ, അതാണ് സ്ക്യൂ ബാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, സ്ക്യൂ ബാക്കിന് തൊട്ടു മുന്നുള്ള വോയിസിയർ ആണ്. ഓക്കെ, സ്ക്യൂ ബാക്കിന് നെക്സ്റ്റ് ടു സ്ക്യൂ ബാക്ക് ഉള്ള ആ ഒരു മെമ്പറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്പ്രിങ്ങർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ സ്പ്രിങ്ങർ എന്ന് പറയുന്നത് ഈ ഒരു ഫിഗറിൽ ഇതൊരു സ്പ്രിങ്ങർ ആണ്, അതുപോലെ തന്നെ ഇതൊരു സ്പ്രിങ്ങർ ആണ്. ഓക്കെ, ആ ഒരു ഫിഗറിൽ ഇവിടെ കാണിച്ചിട്ടുണ്ട് അല്ലെ, സ്പ്രിങ്ങർ ആണ്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു അവസാനം കൊടുക്കുന്ന ഒരു ഇൻക്ലൈൻ മെമ്പർ ഉണ്ടാവും, അതും ശ്രദ്ധിക്കുക. അത് എന്താണ്, അതിനെ പറയുന്ന പേരാണ് സ്ക്യൂ ബാക്ക് എന്നുള്ളത്. അത് ഈ ഫിഗറിൽ കാണിച്ചിട്ടില്ല എന്നുള്ളൂ. സോ അത് ശ്രദ്ധിക്കുക. സ്പ്രിങ്ങർ, ഈ രണ്ട് സ്പ്രിങ്ങറിന്റെ കണക്ട് ചെയ്തുകൊണ്ടുള്ള ലൈനാണ്, ഇമാജിനറി ലൈനാണ് സ്പ്രിങ്ങിങ് ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ആ ലൈനാണ് സ്പ്രിങ്ങിങ് ലൈൻ. അതൊരു ഇമാജിനറി ലൈനാണ്. നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ പലപ്പോഴും സ്പ്രിങ്ങിങ് ലൈൻസ് വെച്ചിട്ടാണ് ഓരോ ടൈപ്പ് ഓഫ് ആർച്ചസ് പറയുന്നത്. സോ അത് ശ്രദ്ധിക്കാം. പിന്നെ ഇവിടെ ഉള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ടൈമാണ് ഇമ്പോസ്റ്റ് എന്നുള്ളത്. ഇമ്പോസ്റ്റ് എന്നുള്ളത് ഇവിടെ ഇങ്ങനെ ഈ ഒരു പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു കോഴ്സ് ഓഫ് സ്റ്റോണിനെയാണ് ഇമ്പോസ്റ്റ് എന്ന് വിളിക്കുന്നത്. അതായത് ഈ പിയറിന്റെ ഒക്കെ ഞാൻ അടുത്ത ഫിഗർ കാണിക്കാം. ഇതാണ് നമ്മുടെ നേരത്തെ ഫിഗറിൽ ഈ പിയർ ഒന്നും അത്ര ക്ലിയർ ആയിരുന്നില്ല അല്ലെ. ഈ പിയറിന്റെ അവിടെ നിന്ന് ഇങ്ങനെ പ്രൊജക്ട് ചെയ്തിരിക്കുന്ന, ആ ടോപ്പിൽ പ്രൊജക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു പോർഷൻ ആണ് അല്ലെങ്കിൽ സ്റ്റോൺ ആണ് ഇമ്പോസ്റ്റ് എന്ന് വിളിക്കുന്നത്. സോ ഈ ഒരു ഫിഗറിൽ ഇവിടെ മാർക്ക് ചെയ്തിട്ടില്ല എന്നുള്ളൂ. ഇതാണ് ഇമ്പോസ്റ്റ് എന്ന് വിളിക്കുന്നത്. അതെ, മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലെ. ഇതാണ് ഇമ്പോസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ദെൻ ഇനി അടുത്തൊരു ടേമാണ് നമ്മൾ ഇതിൽ ഏത് ടേംസ് ഇനി പറയാത്തത്? അടുത്താണ് ഹഞ്ച്.
ഹഞ്ചി ഫിഗറിൽ കാണുന്നത് പോലെ തന്നെ സ്ക്യൂ ബാക്കും അതുപോലെ തന്നെ ഈ ക്രൗണിൽ നിന്ന് വരയ്ക്കുന്ന അല്ലെങ്കിൽ കീ സ്റ്റോണിൽ നിന്ന് വരയ്ക്കുന്ന ആ ഒരു ലൈനും തമ്മിൽ ഉണ്ടാക്കുന്ന ആ ഒരു സർഫസ് ആണ് ഈ ഒരു സർഫസ് ആണ് ഹഞ്ച് എന്ന് പറയുന്നത്. ഈ ഫിഗറിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഈ ഇത്രയും പോർഷനാണ് നമ്മൾ ഹഞ്ച് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഹഞ്ചുമായിട്ട് തന്നെ റിലേറ്റ് ചെയ്തൊരു ടേം ആണ്. ഇപ്പൊ രണ്ട് ആർച്ചസ് ഈ ഒരു ഫിഗർ കാണുന്ന പോലെ രണ്ട് ആർച്ചസ് ഇങ്ങനെ ഉണ്ടല്ലോ. ഈ രണ്ട് ആർച്ചസ് തമ്മിൽ ഇങ്ങനെ ഈ ഒരു എന്താ പറയാ കീ സ്റ്റോൺ ആയിട്ട് കണക്ട് ചെയ്യുന്ന ഈ ലൈൻ ഉണ്ടാവുമല്ലോ, ഒരു ഇമാജിനറി ലൈൻ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഈ ഒരു പോർഷനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സ്പാൻഡ്രിൽ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഒരു കർവ്ഡ് ട്രയാങ്കിൾ ആയാൽ നമുക്ക് ഇങ്ങനെ കണക്കാക്കാം. കർവ്ഡ് ട്രയാങ്കിൾ ബിറ്റ്വീൻ എക്സ്ട്രഡോസ് ആൻഡ് ലൈൻ ഓഫ് ദി ക്രൗൺ ഈസ് കോൾഡ് സ്പാൻഡ്രിൽ. ഓക്കെ, ഇത് ഈ ഒരു ക്വസ്റ്റിനും റയർ ആയിട്ട് ക്വസ്റ്റ്യൻസിൽ PSC എക്സാംസിലൊക്കെ കണ്ടിട്ടുണ്ട്, ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ടേം തന്നെയാണ് സ്പാൻഡ്രിൽ എന്നുള്ളത്. ഓക്കെ, സ്പാൻഡ്രിൽ എന്നുള്ള ടേം എന്ന് പറയാം. പിന്നെ ഈ റോ ഓഫ് ആർച്ചസിനെയാണ് നമ്മൾ ആർക്കേഡ് എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ ഒരുപാട് ആർച്ചസ് ഇങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ആർക്കേഡ് എന്ന് വിളിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു ടൈം ആലോചിച്ച് വെക്കുക. പിന്നെ ഇവിടെ സ്പാൻ നമുക്ക് കാണാം. സ്പാൻ എന്ന് പറയുന്നത് ക്ലിയർ ഹോറിസോണ്ടൽ ബിറ്റ്വീൻ, അതായത് രണ്ട് സപ്പോർട്ട് തമ്മിലുള്ള ക്ലിയർ ഹോറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ് സ്പാൻ എന്ന് പറയുന്നത്. അത് ഈ ഫിഗറിൽ തന്നെ കാണാം അല്ലെ, അതാണ് സ്പാൻ എന്ന് പറയുന്നത്. ഇത് സ്പാൻ. പിന്നെ ഒരു ടേമാണ് പിയർ എന്ന് പറയുന്ന ടേം. നിങ്ങൾക്ക് മനസ്സിലായല്ലോ, അബെറ്റ്മെന്റും പിയറും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. അതായത് പിയർ എന്ന് പറയുന്നത് ഇന്റർമീഡിയറ്റ് സപ്പോർട്ടാണ്. ഇതൊക്കെ പിയർ ആണ്. എൻഡിൽ കൊടുക്കുന്ന ആ ഒരു തൂണിനെ നമ്മൾ പറയുന്നത് അബെറ്റ്മെന്റ് എന്നും ഇടയിൽ കൊടുക്കുന്ന തൂണിനെ പറയുന്നത് പിയർ എന്നുമാണ്. അത് ശ്രദ്ധിക്കാൻ രണ്ട് ടേമിനും തമ്മിലുള്ള ഡിഫറൻസ്. ദെൻ റൈസ് എന്ന് പറയുന്നത് ഈ ഒരു ഫിഗറിൽ നിങ്ങൾക്ക് കാണാം. ഏതാണ് ഇവിടെ റൈസ് എന്ന് പറയുന്നത്? ഇതാണ് റൈസ്. ഇതാണ് ഈ ഒരു ലൈനാണ് റൈസ് എന്ന് പറയുന്നത്. അതായത് വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ് നമുക്കറിയാം. സ്പ്രിംഗിങ് ലൈനും ഹയസ്റ്റ് പോയിന്റ് ഓഫ് ഇന്റർവെലും തമ്മിലുള്ള ആ ഒരു ഹൈറ്റ് അല്ലെ, ഹയസ്റ്റ് പോയിന്റ് ഓൺ ഇന്റർഡോറും അതുപോലെ തന്നെ സ്പ്രിംഗിങ് ലൈൻ തമ്മിലുള്ള ആ ഒരു വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ് റൈസ് എന്ന് പറയുന്നത്. പിന്നെ ഡെപ്ത്, ഈ ഒരു ടേംസ് ഒക്കെ നമുക്ക് കൺഫ്യൂസിങ് ആയി പോകാറുണ്ട്. ഇതും ചോദിക്കാറുണ്ട് എക്സാമിന്. ഡെപ്ത് ഓർ ഹൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇന്റർഡോസും എക്സ്ട്രഡോസും, അതായത് ഇന്റർഡോസും എക്സ്ട്രഡോസും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് എന്ത് ഈ പറയുന്ന ഡെപ്ത് എന്ന് പറയുന്നത്. ഈ ഒരു ഡിസ്റ്റൻസ് ആണ് ഇത്രയും ഒരു ഡിസ്റ്റൻസ് ആണ് എന്ത് ഡെപ്ത് ഓഫ് ആർച്ച് അഥവാ ഹൈറ്റ് ഓഫ് ആർച്ച് എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ തിക്നെസ് ഓർ ബ്രെഡ്ത്ത് ഓഫ് സോഫിറ്റ് എന്നുള്ള ടേം ഉണ്ട്. അതെന്ന് പറയുന്നത് ഹോറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പെർപെൻഡിക്കുലർ ടു ദി ഫ്രണ്ട് ആൻഡ് ബാക്ക് ഫേസ് ഓഫ് ദി ആർച്ച്. ഫ്രണ്ട് ആൻഡ് ബാക്ക് ഫേസ് ഓഫ് ആർച്ചിന്റെ പെർപെൻഡിക്കുലർ, ആ ഫ്രണ്ടും ഈ ഒരു ഫിഗറിൽ നമുക്ക് കാണാൻ പറ്റില്ല അല്ലെ, ഫ്രണ്ടും ബാക്കും തമ്മിലുള്ള ആ ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് എന്ത് പറയുന്നത്, ബ്രെഡ്ത്ത് ഓഫ് സോഫിറ്റ് അഥവാ തിക്നെസ് എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ടേംസ്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ടേംസ് ഒക്കെ. നമുക്ക് ഇനി ക്വസ്റ്റിലോട്ട് വരാം. ഇനി ചോദിച്ചിരിക്കുന്നത് ഇന്നർ സർഫസ് ഓഫ് ആൻ ആർച്ച് ആണ്. ഇന്നർ സർഫസ് ഓഫ് ആർച്ച് നമുക്കറിയാം സോഫിറ്റ് എന്നാണ് വിളിക്കുന്നത് അല്ലെ, ഇന്നർ സർഫസിനെ നമ്മൾ സോഫിറ്റ് എന്നാണ് വിളിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ അണ്ടർ സർഫസ് ഓഫ് ആൻ ആർച്ച് ഈസ് കോൾഡ്. അണ്ടർ സർഫസ് ഓഫ് ആൻ ആർച്ച് ഈസ് കോൾഡ്, നമ്മൾ നേരത്തെ കണ്ട ക്വസ്റ്റ്യൻ തന്നെയാണ് ഇതും അല്ലെ. ഇന്നർ സർഫസ് അല്ലെ അണ്ടർ സർഫസ് ഓഫ് ആർച്ച് എന്ന് പറയുന്നത് സോഫിറ്റ് ആണ്. പക്ഷെ ഓപ്ഷനിൽ സോഫിറ്റ് ഇല്ലാത്ത കാരണം കൊണ്ട് നമുക്ക് എന്ത് ചൂസ് ചെയ്യാം, ഇന്റർഡോസ് എന്നുള്ള ആൻസർ ചൂസ് ചെയ്യാം. ഓക്കെ, സംടൈംസ് ഇന്റർഡോസ് സോഫിറ്റ് എന്നുള്ള ടൈംസ് ഇന്റർചേഞ്ചബിൾ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട് പണ്ട്. സോ ഇന്റർഡോസ് ആണ് ഉള്ളത് കൊണ്ട് നമുക്ക് ആ ഒരു ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ട് ഇന്റർഡോസ് ആയിട്ട് നമുക്ക് ഈ ആൻസർ മാർക്ക് ചെയ്യാം. Which one of the following is a term associated with an arch? ആർച്ചിനെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ടേം ഹഞ്ച് എന്നുള്ളതാണ്, നമ്മളിപ്പോൾ കണ്ടതാണ്. സോ നോ ഡൗട്ട് ദ ഹയസ്റ്റ് പോയിന്റ് ഓഫ് എക്സ്ട്രഡോസ് ഓഫ് ആൻ ആർച്ച്. ആർച്ചിന്റെ ഹയസ്റ്റ് പോയിന്റ് നമ്മൾ എന്താണ് വിളിക്കുന്നത്, ക്രൗൺ എന്നാണ് വിളിക്കുന്നത്. നമുക്ക് കണ്ടതാണ്. അവിടെ കൊടുക്കുന്ന ഒരു കമ്പോണന്റ് ആണ് അല്ലെങ്കിൽ വോയിസിയർ ആണ് കീ എന്നുള്ളത്. സോ അവിടെ കൺഫ്യൂഷന്റെ ആവശ്യമില്ല, ക്രൗൺ ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, പോയിന്റ്. Then where is the keystone of an arch is placed? ഇപ്പൊ പറഞ്ഞ ചോദ്യത്തിന്റെ വേറൊരു വകഭേദം അല്ലെ, കീ സ്റ്റോൺ എവിടെയാണ് പ്ലേസ് ചെയ്യുന്നത്, ക്രൗണിലാണ് പ്ലേസ് ചെയ്യുന്നത്. നോ ഡൗട്ട്. Then what is the name of the wedge shaped unit at the crown of an arch? ക്രൗണിൽ ഇരിക്കുന്ന വെഡ്ജ് ഷേപ്പ് യൂണിറ്റിനെ എന്താണ് പറയുന്നത്, കീ എന്നാണ് പറയുന്നത്. നമ്മളിപ്പോ തന്നെ പറഞ്ഞതാണ്. ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, ഒരേ സിമിലർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. Then the portion of a wall on which end of arch rest is known as. Okay, ഏത് പോർഷൻ ഓഫ് ആർച്ച്, എൻഡ് ഓഫ് ആൻ ആർച്ച്, എൻഡ് എവിടെയാണ് റെസ്റ്റ് ചെയ്യുന്നത്, അബെറ്റ്മെന്റിലാണ് അല്ലെ. എൻഡ് റെസ്റ്റ് ചെയ്യുന്നത് അബെറ്റ്മെന്റിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ടൈപ്പ് ഓഫ് ആർച്ച് കൺസിസ്റ്റ് ഓഫ് ടു കർവ്സ് മീറ്റ് അറ്റ് ആൻ അപ്പെക്സ് ഓഫ് എ ട്രയാങ്കിൾ. സോ ഇത് ടൈപ്സ് ഓഫ് കർവ്സ് ആർച്ചസ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ടൈപ്പ് ഓഫ് ആർച്ചസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പല ടൈപ്പ് ഓഫ് ആർച്ചസ് ഉണ്ട്, ഇത് മനസ്സിലാക്കിയിരിക്കുക. ഫ്ലാറ്റ് ആർച്ച് കാണുന്ന പോലെ ഫ്ലാറ്റ് ആർച്ച്, സെമി സർക്കുലർ ആർച്ച്,
പോയിന്റഡ് ആർച്ച് ഇതുപോലെ ഇരിക്കും, ഈ ഒരു ഷേപ്പിൽ രണ്ട് കർവ് ഇങ്ങനെ മീറ്റ് ചെയ്യുന്നതാണ് പോയിന്റഡ് ആർച്ച്. ദെൻ ഫ്ലോറന്റൈൻ ആർച്ച്, സിൽറ്റഡ് ആർച്ച്, സെഗ്മെന്റൽ ആർച്ച്, ഹോഴ്സ് ഷൂ ആർച്ച്, വെനിറ്റേറിയൻ ആർച്ച്, റിലൈവിംഗ് ആർച്ച്, സെമി എലിപ്റ്റിക്കൽ ആർച്ച്. ഇതൊക്കെയാണ് ബേസിക് ആയിട്ട് വരുന്ന ആർച്ചസ്. ഇതിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഫ്ലാറ്റ് ആർച്ച് എന്ന് പറയുന്നത് നമുക്ക് കാണാം, ഈ ഒരു ഇതാണ് ഫ്ലാറ്റ് ആർച്ച്. ഇതിന്റെ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആംഗിൾ ആയിരിക്കും. അതാണ് പലപ്പോഴും ക്വസ്റ്റ്യനിൽ കണ്ടിരിക്കുന്നത്. ദെൻ സെഗ്മെന്റൽ ആർച്ച്, അതായത് ഒരു സെഗ്മെന്റൽ ആർച്ച് ഇവിടെ ഇതാണ് സെഗ്മെന്റൽ ആർച്ച്. ഒരു കർവിന്റെ ഒരു ഭാഗം, ഒരു സെഗ്മെന്റ് ആണ് ആ സെഗ്മെന്റൽ ആർച്ച്. അതിന്റെ സ്പ്രിംഗിങ് ലൈൻ ഇതാണെങ്കിൽ അതിന്റെ സെന്റർ എന്ന് പറയുന്നത് സ്പ്രിംഗിങ് ലൈനിന്റെ അടിയിലായിരിക്കും അല്ലെ. അതാണ് സെഗ്മെന്റൽ ആർച്ച് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്. പക്ഷെ ഈ പറയുന്ന പോയിന്റഡ് ആർച്ച്, നെക്സ്റ്റ് പോയിന്റഡ് ആർച്ച് നോക്കുകയാണെങ്കിൽ രണ്ട് കർവ് മീറ്റ് ചെയ്യുന്നതാണ് പോയിന്റഡ് ആർച്ച്. ഇതിന്റെ സ്പ്രിംഗിങ് ലൈൻ ഇങ്ങനെയായിരിക്കും, സ്പ്രിംഗിങ് ലൈന് മുകളിലായിരിക്കും ഇതിന്റെ എന്ത് പറയാ സെന്റർ എന്ന് പറയുന്നത്. ഓക്കെ, ആദ്യം ശ്രദ്ധിക്കുക. സെമി സർക്കുലർ ആർച്ച് ആകുമ്പോൾ കറക്റ്റ് അർദ്ധവൃത്താകൃതിയിലുള്ള ആർച്ചാണ്. അതിന്റെ സെന്റർ പോയിന്റ് എന്ന് പറയുന്നത് സ്പ്രിംഗിങ് ലൈനിന് തന്നെയായിരിക്കും, ഓൺ ദി സ്പ്രിംഗിങ് ലൈൻ ആയിരിക്കും. ഇനി ഹോഴ്സ് ഷൂ ആർച്ച്, അതായത് ഒരു ഹോഴ്സ് ഷൂ പോലെ, അതായത് ഒരു 3/4 സർക്കിൾ അത്രയും ഉള്ളൊരു ആർച്ചാണിത്. പിന്നെ വെനിറ്റേറിയൻ ആർച്ച്, വെനിറ്റേറിയൻ ആർച്ച് നിങ്ങൾക്ക് കാണാം ഈ ഒരു പോയിന്റഡ് ആർച്ച് പോലെ തന്നെ ഇരിക്കുന്നുണ്ട്, പക്ഷെ അതിന് 4 സെന്റേഴ്സ് ഉണ്ട്. നമ്പർ ഓഫ് സെന്റർ അനുസരിച്ചുള്ള ക്ലാസിഫിക്കേഷനിൽ നമുക്ക് അത് കൂടുതലായിട്ട് കാണാം. ദെൻ ഫ്ലോറന്റൈൻ ആർച്ചിൽ നിങ്ങൾക്ക് ഈ ഒരു ഫിഗറിൽ കാണാം, അതിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ 3 സെന്ററുകളാണുള്ളത്. പിന്നെ റിലൈവിംഗ് ആർച്ച് എന്ന് പറയുന്നത് പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലാറ്റ് ആർച്ചിന് മുകളിൽ കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ആർച്ച് ആണത്. പിന്നെ സിൽറ്റഡ് ആർച്ചിൽ നിങ്ങൾക്ക് കാണാം ഒരു സെമി സർക്കുലർ ആർച്ച് ഉണ്ടാവും, അതിങ്ങനെ ഒരു രണ്ട് എന്ത് പറയാ വെർട്ടിക്കൽ പോർഷനായിട്ട് കണക്റ്റഡ് ആയിരിക്കും. പിന്നെ സെമി എലിപ്റ്റിക്കൽ ആർച്ച്, ഇത് എലിപ്റ്റിക്കൽ ഷേപ്പിലുള്ളതാണത്. സോ നമുക്ക് ഇനി ക്വസ്റ്റിലോട്ട് വരാൻ. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എന്ന് വിചാരിക്കുന്നു. The type of arch consists of 2 curves meet at an apex of triangle. ഓക്കെ, ഇങ്ങനെ വരുന്ന ഒരു ആർച്ച്, അപ്പെക്സിൽ 2 കർവ് മീറ്റ് ചെയ്യുന്ന ആ ഒരു ടൈപ്പ് ഓഫ് കർവാണ് അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് ആർച്ച് ആണ് പോയിന്റഡ് ആർച്ച് എന്ന് പറയുന്നത്. പോയിന്റഡ് ആർച്ചിനെ തന്നെ നമ്മൾ ഗോത്തിക് ആർച്ച് എന്നും പറയും. ശ്രദ്ധിക്കുക, ഗോത്തിക് ആർച്ച് എന്ന് പറയും. അതുപോലെ തന്നെ ലെയിൻസെന്റ് ആർച്ച് എന്ന് പറയും. ലെയിൻസെന്റ് ആർച്ച് മീൻസ് ഐസോസിലസ് ട്രയാങ്കിൾ. ഈ ഒരു സംഭവം 2 കർവ്സ് മീറ്റ് ചെയ്യുമ്പോൾ ഐസോസിലസ് ട്രയാങ്കിൾ ഫോം ചെയ്യുമ്പോഴാണ് അതിന് ലെയിൻസെന്റ് ആർച്ച് എന്ന് വിളിക്കുന്നത്. സോ അതൊക്കെ ആൻസർ. ഗോത്തിക് ആർച്ച് ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് എഴുതാം, അല്ലെങ്കിൽ ലെയിൻസെന്റ് ആർച്ച് ഉണ്ടെങ്കിൽ അത് എഴുതാം. ഓക്കെ, കമ്മിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ഒരു ക്വസ്റ്റ്യൻ വന്നേക്കാൻ മുന്നേ നമുക്ക് ആർച്ചിൽ ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. വെനിറ്റേറിയൻ ആർച്ച് കൺസിസ്റ്റ് ഓഫ് ഡാഷ് നമ്പർ ഓഫ് സെന്റേഴ്സ്. വെനിറ്റേറിയൻ ആർച്ചിന് എത്ര നമ്പർ ഓഫ് സെന്റേഴ്സ് ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. സോ നമുക്ക് നമ്പർ ഓഫ് സെന്റേഴ്സിന് ബേസിലുള്ള ക്ലാസിഫിക്കേഷൻ ഒന്ന് കാണാം. ഒരു സെന്ററുള്ള ആർച്ചസ് ആണ് നമ്മുടെ സെഗ്മെന്റൽ ആർച്ച്. ഓക്കെ, സെഗ്മെന്റൽ ആർച്ച് എന്ന് പറയുന്നത് ഒരു കർവിന്റെ ഒരു സെഗ്മെന്റ് ആണല്ലോ, അപ്പൊ അതിന് ഒറ്റ സെന്റർ ഉണ്ടാവുള്ളൂ, ഈ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ. സെമി സർക്കുലറിലാണെങ്കിൽ അതിനും അതെ, ഒരു സെന്റർ തന്നെ ഉണ്ടാവുള്ളൂ. സെമി സർക്കിളിന് ഒരു സെന്ററാണ് നമുക്ക് അറിയാവുന്ന കാര്യം. പിന്നെ ഹോഴ്സ് ഷൂ ആർച്ചിനും ഒരു സെന്ററാണ് ഉണ്ടാവുള്ളൂ. ഹോഴ്സ് ഷൂ ആർച്ചിനും, അതായത് ഒരു സർക്കിളിന്റെ ഭാഗം തന്നെയാണല്ലോ അത്, ഹോഴ്സ് ഷൂ ആർച്ചിനും ഒരു സെന്റർ തന്നെ ഉണ്ടാവുള്ളൂ. പിന്നെ കണ്ടിരിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ആർച്ചാണ് ബുൾ ഐ ആർച്ച് എന്ന് പറയുന്നത്. അതായത് ജസ്റ്റ് ഒരു ബുൾസ് ഐ, ഒരു ഫുൾ സർക്കിൾ ഉള്ള ഒരു ആർച്ചാണ്, അതിനും ഒരു സെന്റർ തന്നെയാണ് ഉണ്ടാവുള്ളൂ. അപ്പൊ ഇത്ര കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യുക. ഇതൊക്കെയാണ് 1 സെന്റഡ് ആർച്ച്. 2 സെന്റഡ് ആർച്ച് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു. അതായത് മെയിൻലി വരുന്നത് ഏത് ടൈപ്പ് ഓഫ് ആർച്ചസ് ആണ്? പോയിന്റഡ് ആർച്ചാണ്, അല്ലെങ്കിൽ ഗോത്തിക് ആർച്ചസ് ആണ് 2 സെന്റഡ് ആർച്ചസിൽ വരുന്നത്. പോയിന്റഡ് ആർച്ചസ് ആണ് 2 സെന്റഡ് ആർച്ചസ് വരുന്നത്. പോയിന്റഡ് ആർച്ചിൽ വരുന്ന ഓരോ ടൈപ്പുകളാണ് ഇത്. ലെയിൻസെന്റ് ആർച്ച് എന്ന് പറയുന്നത്, ഈക്വലാറ്ററൽ, ഇത് ലെയിൻസെന്റ് ആർച്ച്, ഈക്വലാറ്ററൽ ആർച്ച്. പിന്നെ ഒരു ഡ്രോപ്പിനും അത് 2 സെന്റഡ് തന്നെയാണ്. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കാം. ഇതൊക്കെയാണ് മെയിൻലി 2 സെന്റഡ് ആർച്ചസ് എന്ന് പറയുന്നത്. ഇനി 3 സെന്റഡ് ആർച്ചസിൽ വരുമ്പോൾ, 3 സെന്റഡ് ആർച്ച് എന്ന് പറയുമ്പോൾ വരുന്നത് മെയിൻലി എലിപ്റ്റിക്കൽ ആർച്ചാണ്. 3 സെന്റഡ് ആർച്ച് എന്ന് പറയുന്നത് എലിപ്റ്റിക്കൽ ആർച്ചും അതുപോലെ തന്നെ ഫ്ലോറന്റൈൻ ആർച്ചും ഉണ്ട് കേട്ടോ. ഓക്കെ, ഫ്ലോറന്റൈൻ ആർച്ചും 3 സെന്റഡ് ആണ്. ഫ്ലോറന്റൈൻ ആർച്ച് 3 സെന്റഡ് ആണ്. ഇനി കമ്മിങ് ടു 4 സെന്റഡ് ആർച്ച് മെയിൻലി വരുന്നത് വെനിറ്റേറിയൻ ആർച്ച് ആണ്. ഓക്കെ, വെനിറ്റേറിയൻ ആർച്ച് ആണ്. പിന്നെ ഓഗി ആർച്ചും 4 സെന്റർ ആണ്. ഈ ഒരു ഷേപ്പ് ഉള്ളതാണ് ഓഗി ആർച്ച്. കണ്ടോ, ഇങ്ങനെ ഒരു ഷേപ്പ് ഉള്ളതാണ് ഓഗി ആർച്ച്. ഇതിനൊക്കെയാണ് വെനിറ്റേറിയൻ ആർച്ചും. അതുപോലെ ജുഡീഷ്യൻ ആർച്ച് എന്ന് പറഞ്ഞ ടൈപ്പും ചിലപ്പോൾ ഒരു റയർ ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ആർച്ചസ് ആണ് ജുഡീഷ്യൻ ആർച്ച്. അതിനും 4 സെന്റേഴ്സ് തന്നെയാണ്. പിന്നെ ശ്രദ്ധിക്കുക, 5 സെന്ററുള്ള ഒരൊറ്റ മെയിൻലി ഒരു ആർച്ചാണുള്ളൂ, അതാണ് എലിപ്റ്റിക്കൽ ആർച്ച്. എലിപ്റ്റിക്കൽ ആർച്ചിന് നമ്മൾ പറഞ്ഞിരുന്നു 3 സെന്റർ ആവാം അല്ലെങ്കിൽ 5 സെന്റർ ആവാം.
3 സെന്ററിലും 5 സെന്ററിലും നമുക്ക് എലിപ്റ്റിക്കൽ ആർച്ചസ് കൺസ്ട്രക്ട് ചെയ്യാം. സോ ഈ ഒരു ക്വസ്റ്റിനോട് വരാണെങ്കിൽ വെനിറ്റേറിയൻ ആർച്ച് കൺസിസ്റ്റ് ഓഫ്, വെനിറ്റേറിയൻ ആർച്ചിന് എത്ര സെന്റേഴ്സ് ഉണ്ടെന്നാണ് ചോദ്യം. നമ്മൾ കണ്ടു 4 സെന്റേഴ്സ് ആണ് വെനിറ്റേറിയൻ ആർച്ചിനുള്ളത്. ഓക്കെ, ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇത് ലിൻഡലിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇൻ കേസ് ദ ബെയറിംഗ് ഓഫ് ലിൻഡൽ ഷുഡ് നോട്ട് ബി ഇൻ എനി കേസ്, ഏതൊരു കേസിലും ലിൻഡലിന്റെ ബെയറിംഗ് എത്രയിൽ താഴെ പോകാൻ പാടില്ല എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റിന് മുന്നേ നമ്മൾ ലിൻഡൽ എന്നുള്ളത് എന്താണെന്നാണ് ജസ്റ്റ് പറയുന്നത്. ലിൻഡൽ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയായിരിക്കും. അതായത് എവിടെ ഒരു ഓപ്പണിംഗ് വന്നു മെയിൻലി നമ്മുടെ ഒരു ഡോർ പണിയാനായിട്ട്, ഡോർ ഉള്ളിടത്ത് അതുപോലെ വിൻഡോ ഉള്ളിടത്തൊക്കെ നമ്മൾ മുകളിൽ നമ്മൾ ലിൻഡൽ കൺസ്ട്രക്ട് ചെയ്യും. അതായത് മുകളിൽ വരുന്ന ആ ഒരു ലോഡിനെ താങ്ങാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു ഓപ്പണിംഗ് ഉള്ളത് കൊണ്ട് തന്നെ അവിടെ വാളില്ല അല്ലെ. അപ്പൊ ആ ഒരു ലോഡ്, മുകളിലുള്ള ലോഡിനെ താങ്ങണം. അതിനുവേണ്ടി സ്പെഷ്യലി കൺസ്ട്രക്ട് ചെയ്യുന്ന മെമ്പേഴ്സ് ആണ് ലിൻഡൽ. ഇപ്പൊ ഏറ്റവും കോമൺ പല ടൈപ്പ് ഓഫ് ലിൻഡൽസ് ഉണ്ട്. വുഡൻ ലിൻഡൽസ്, സ്റ്റീൽ ലിൻഡൽസ്, സ്റ്റോൺ ലിൻഡൽസ്, പല ടൈപ്പ് ഓഫ് ലിൻഡൽസ് ഉണ്ട്. പക്ഷേ ഏറ്റവും ബേസിക്കലി ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന RCC ലിൻഡൽസ് ആണ്. ഓക്കെ, ഇതാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ലിൻഡൽ എന്ന് പറയുന്നത്. അപ്പോൾ ലിൻഡലിന്റെ ഡെഫിനിഷൻ ഇത്രേ ഉള്ളൂ. ലിൻഡൽ ഈസ് എ സ്ട്രക്ചറൽ മെമ്പർ പ്രൊവൈഡഡ് ഓവർ എ വിൻഡോ ഓർ ആൻഡ് ഡോർ ഓപ്പണിംഗ്സ് ടു സപ്പോർട്ട് ദി ലോഡ് ഓഫ് മേസണറി കൺസ്ട്രക്റ്റഡ് ഓവർ ദം. ഓക്കെ, അത് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. സോ ഇവിടെ ഒരു ക്വസ്റ്റ്യനില് ലിൻഡലിന്റെ ബെയറിംഗ് എത്രയിൽ താഴെ ആവാൻ പാടില്ല എന്നാണ് ക്വസ്റ്റ്യൻ. 150 mm ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, 150 mm കുറവാൻ പാടില്ല ലിൻഡലിന്റെ ബെയറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള PSC എക്സാംസിനുള്ള ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. എനി ക്വയറീസ് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ഇടാം. സോ താങ്ക് യു.